Hi students, welcome to our another session of class English grammar and its usages. In our previous class, we have discussed about the topic form class and function words of the English. Today, our next topic identifying the grammatical labels and functional labels of English. Then നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്കിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കായിരുന്നു ഫോം ക്ലാസ് ആൻഡ് ഫങ്ഷൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്രമാറ്റിക്കൽ ലേബൽസ് ആൻഡ് ഫങ്ഷൻ ലേബൽസ്. ഓക്കെ, ലെറ്റ് us see what is grammatical label and functional label. എന്താണ് ഗ്രമാറ്റിക്കൽ ലേബൽ ആൻഡ് ഫങ്ഷൻ ലേബൽ നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രമാറ്റിക്കൽ ലേബൽ. എന്താണ് ഗ്രമാറ്റിക്കൽ ലേബൽ എന്ന് പറയുന്നത്? ഇൻ ട്രഡീഷണൽ ഇംഗ്ലീഷ്, ട്രഡീഷണൽ ഗ്രാമർ, ഗ്രമാറ്റിക്കൽ ലേബൽസ് ആർ ദ പാർട്സ് ഓഫ് സ്പീച്ചസ്. പാർട്സ് ഓഫ് സ്പീച്ചുകളെയാണ് ഗ്രമാറ്റിക്കൽ ലേബൽ എന്ന് ഇംഗ്ലീഷ് ഗ്രാമറിൽ അറിയപ്പെടുന്നത്. ഇൻ പാർട്സ് ഓഫ് സ്പീച്ചസ് ഇൻക്ലൂഡ്സ് നൗൺസ്, പ്രൊനൗൺസ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, conjunctions, etc. ആ പാർട്സ് ഓഫ് സ്പീച്ചുകളിൽ അതിൻ്റെ ഓരോ വിഭാഗങ്ങളാണ് അതിൽ വരുന്നതാണ്. നൗണ്, പ്രൊനൗണ്, വേർബ്സ്, ആഡ്വേർബ്സ്, കൺജങ്ഷൻസ്, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ ഓരോ വിഭാഗങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഗ്രമാറ്റിക്കൽ ലേബൽസ്. The first one. In grammatical labels, the first topic is nouns. ഗ്രമാറ്റിക്കൽ ലേബലിൽ നമ്മൾ ഈ പറഞ്ഞ സെക്ഷനുകളിൽ നൗൺ എന്ന് പറയുന്നതിന് ആദ്യമായിട്ട് നോക്കാം. നൗൺസ് മീൻസ് നെയിംസ്, നെയിമിംഗ് വേർഡ്സ്. നമുക്കറിയാം നൗൺസ് എന്ന് പറയുന്നത് നാമങ്ങളാണ്, നെയിമിംഗ് വേർഡ്സ് ആണ്. ഫസ്റ്റ് വൺ, ഈ നെയിംസ് എന്നുള്ളതിൽ നൗൺസ് ഓഫൺ ആസ്ക് ദ ക്വസ്റ്റ്യൻസ് ഹൂ, ആര് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങളാണ് എപ്പോഴും നൗൺസ് എന്ന കാറ്റഗറിയിൽ പെടുന്നത്. മേ ബി പേഴ്സൺസ്, ഐഡിയൽസ്, ബിലീവ്സ്, നെയിംസ് ഓഫ് പ്ലേസസ്, നെയിംസ് ഓഫ് തിങ്സ്, എക്സെട്ര. എന്തോ ആവട്ടെ, എല്ലാം നൗൺസിൽ ഉൾപ്പെടുന്നു. ഇൻ ദിസ് കാറ്റഗറി, according to grammatical labels, there are 3 levels. ഈ ഗ്രമാറ്റിക്കൽ ലേബൽസുമായി ബന്ധപ്പെടുത്തി നമ്മളിതിനെ പറയുമ്പോൾ 3 ലെവലുകളാണ് ഇതിനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. വേർഡ്, ഫ്രേസ് ആൻഡ് ക്ലോസ്. വേർഡ് ലെവൽ, ഫ്രേസ് ലെവൽ ആൻഡ് ക്ലോസ് ലെവൽ. ഒരു സെൻറ്റൻസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ 3 ലെവലുകളായിട്ട് നമുക്ക് ഗ്രമാറ്റിക്കൽ ലേബൽസിൽ ഡിവൈഡ് ചെയ്യേണ്ടി വരും. നോക്കാം അതേതൊക്കെയാണെന്ന്. ദ ഫസ്റ്റ് ലെവൽ, വേർഡ് ലെവൽ. What is word level? For example, the class went on a field trip to the zoo. The class went on a field trip to the zoo. In this sentence, the class went on a field trip to the zoo. Who went? The answer is the class. Who went? The answer is the class. ഈ സെൻറ്റൻസിൽ നമ്മൾ ആരാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ദ ക്ലാസ്. വെൻറ്റ് ഓൺ എ ഫീൽഡ് ട്രിപ്പ്. വാട്ട് ട്രിപ്പ്? ഫീൽഡ് ട്രിപ്പ്. വേർ ഡിഡ് ദേ ഗോ? എങ്ങോട്ടാണ് അവർ പോയത്? ടു ദ സൂ. ദർ ആർ 3 നൗൺസ്. ഇതാണ് വേർഡ് ലെവൽ എന്ന് പറയുന്നത്. വാക്കുകളാണ് അവിടെ. ദ ക്ലാസ്, ഫീൽഡ് ട്രിപ്പ് ആൻഡ് ദ സൂ. ദ നെക്സ്റ്റ്, ഫ്രേസ് ലെവൽ. ദ സെക്കൻഡ് ലെവൽ ഈസ് ഫ്രേസ് ലെവൽ. In phrase level, for example, she enjoys playing basketballs. She enjoys playing basketballs. In this sentence, what does she enjoy? എന്താണ് അവൾ എൻജോയ് ചെയ്യുന്നത്? Playing basketballs. It's a phrase. Playing basketball is a phrase.
That is phrase level. The next level is clause level. Example, whatever you want to do is fine with me. Whatever you want to do is fine with me. What is fine with me? Whatever you want to do. That is a clause. That's a clause level. Okay? Can you understand? 3 levels: word level, phrase level, and clause level. Grammatical, according to grammatical labels, the noun represent 3 levels: word level, phrase level, and clause level. The second category is pronouns. Second category is pronouns. They are used instead of nouns. നമുക്കറിയാം ഇവ നൗണുകൾക്ക് പകരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നൗണുകൾക്ക് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി, ഷീ, ദേ, ഇറ്റ്, എക്സെട്ര. Pronouns can be labeled according to the following. താഴെ പറയുന്നവയാണ് ഇതിൽ നമ്മൾ ഈ പ്രൊനൗൺസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡിവിഷൻസ്: നമ്പർ, ജെൻഡർ, കേസ് ആൻഡ് പേഴ്സൺ. ഏതൊക്കെയാണ്? നമ്പർ, ജെൻഡർ, കേസ് ആൻഡ് പേഴ്സൺ. നമുക്ക് ഫസ്റ്റ് നോക്കാം നമ്പർ. ഓക്കെ, these 4 categories: number, gender, case, and person. Number is the numbers, that is singular or plural. One person or one thing is singular and more than one is plural. We know that. For example, he, she, it is singular. They, we, etc. are plurals. ഇതാണ് നമ്പർ കാറ്റഗറിയിൽ വരുന്നത്. ദ നെക്സ്റ്റ് ഈസ് ജെൻഡർ. യു നോ ദാറ്റ് ജെൻഡർ മീൻസ് മെയിൽ ഓർ ഫീമെയിൽ, ഹി ഓർ ഷീ, എക്സെട്ര. നെക്സ്റ്റ് കേസ്. കേസ് മീൻസ് ഈസ് ഇറ്റ് സബ്ജക്റ്റീവ്? ഇറ്റ് മേ ബി സബ്ജക്റ്റീവ് ഓർ ഓബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് ഓർ ഓബ്ജക്റ്റീവ്. ഹി, ഹിം, ഹിംസെൽഫ്, എക്സെട്ര. ഓർ ഷീ, ഹർ, ഹെർസെൽഫ്, എക്സെട്ര. Next, last one is person. That means first person, second person, third person. That is I, you, and she, he, it, and so on. ഇതാണ് 4 കാറ്റഗറികൾ പ്രൊനൗൺസിൽ വരുന്നത്. ഏതൊക്കെയാണ്? നമ്പർ, ജെൻഡർ, കേസ് ആൻഡ് പേഴ്സൺസ്. നമ്പറിൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് പറയുന്നു. ജെൻഡറിൽ മെയിൽ ഓർ ഫീമെയിൽ. കേസിൽ അത് ഏത് സബ്ജക്റ്റീവായോ ഒബ്ജക്റ്റീവായോ പറയുന്നത്. പേഴ്സൺ എന്നുള്ളതിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഓർ തേർഡ് പേഴ്സൺ. ഇൻ ദിസ് കാറ്റഗറി പ്രൊനൗൺസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. ഈ പ്രൊനൗൺസിനെ തന്നെ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണവ? പേഴ്സണൽ പ്രൊനൗൺസ്, ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺസ്, interrogative pronouns, relative pronouns, and demonstrative pronouns. ഏതൊക്കെയാണ്? പേഴ്സണൽ പ്രൊനൗൺസ്, ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺസ്, interrogative pronouns, relative pronouns, and demonstrative pronouns. Then the first one is personal pronouns. What you mean by personal pronouns? എന്താണ് പേഴ്സണൽ പ്രൊനൗൺസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? It means personal, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഐ, യു, ഷീ, ഹി, ഓർ, ദേ, വി, എക്സെട്ര. ഇതിൽ പേഴ്സൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺസ്. ദാറ്റ് ഈസ് എനിബഡി, സംബഡി, ഈച്ച്, എവരി, എക്സെട്ര. നെക്സ്റ്റ് ഇൻ്ററോഗേറ്റീവ് പ്രൊനൗൺസ്. ഇൻ്ററോഗേറ്റീവ് പ്രൊനൗൺസ് എന്നുള്ളതിൽ ക്വസ്റ്റ്യൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇൻ്ററോഗേറ്റീവ്സ്. ഇൻ്ററോഗേറ്റീവ് മീൻസ് ക്വസ്റ്റ്യൻ വേർഡ്സ്. ദാറ്റ് ഈസ് ഹൂ, വാട്ട്, വിച്ച്, എക്സെട്ര. ക്വസ്റ്റ്യൻ വേർഡ്സിനെയാണ് നമ്മൾ ഇൻ്ററോഗേറ്റീവ് പ്രൊനൗൺസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ റിലേറ്റീവ് പ്രൊനൗൺസ്. റിലേറ്റീവ് പ്രൊനൗൺസിൽ വരുന്നത് ലിങ്കിങ് വേർഡ്സ് ആണ്.
രണ്ട് ആശയങ്ങളെ, രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ദാറ്റ്, വിച്ച്, ഹൂ, എക്സെട്ര. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് മീൻസ് ദിസ്, ദാറ്റ്, ദോസ്, എക്സെട്ര. ഇത്രയാണ് പ്രൊനൗൺസിനെ നമ്മൾ ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ 5 ഗ്രൂപ്പുകളാണുള്ളത്. ഏതൊക്കെയാണ്? പേഴ്സണൽ പ്രൊനൗൺസ്, ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺസ്, ഇൻ്ററോഗേറ്റീവ് പ്രൊനൗൺസ്, റിലേറ്റീവ് പ്രൊനൗൺസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. ഇനി നെക്സ്റ്റ് കാറ്റഗറി adjectives ആണ്. You know that adjective means describe nouns or pronouns or modify nouns or pronouns. നൗണിനെയോ പ്രൊനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മോഡിഫൈ ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ adjectives എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. In grammatical levels, they levelized or categorized 3 levels. നേരത്തെ നമ്മൾ പറഞ്ഞ ലെവലുകൾ തന്നെയാണ് വേർഡ് ലെവൽ, ഫ്രേസ് ലെവൽ ആൻഡ് ക്ലോസ് ലെവൽ. ഈ അഡ്ജക്റ്റീവ്സിലും 3 ലെവലുകൾ ഉണ്ട്. നമ്മൾ ഇതിനെ ഗ്രമാറ്റിക്കലി ലാബലൈസ്ഡ് ചെയ്യുമ്പോൾ 3 ലെവലുകളാണുള്ളത്: വേർഡ് ലെവൽ, ഫ്രേസ് ലെവൽ ആൻഡ് ക്ലോസ് ലെവൽ. എന്താണ് വേർഡ് ലെവൽ എന്ന് നോക്കാം. എക്സാമ്പിൾ: ടോമി pulled the red wagon down street. Tommy pulled the red wagon down street. ഈ സെൻറ്റൻസിൽ ടോമി പുൾ ദ റെഡ് വേഗൺ എന്നുള്ളത്, വേഗൺ എന്ന് പറയുന്ന ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്താൽ റെഡ് എന്നുള്ള അഡ്ജക്റ്റീവ് ഉണ്ട്, ചുവപ്പ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞതാണ് റെഡ് എന്നുള്ളത്. ദാറ്റ് ഈസ് വേർഡ് ലെവൽ. നെക്സ്റ്റ് ഫ്രേസ് ലെവൽ. Example: a man with a beard came into the room. A man with a beard came into the room. The man is a noun and with a beard is a phrase. This phrase modifies the noun a man. A man എന്നുള്ള നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് with a beard. With a beard. The man with a beard. What kind of a man? Which man? That means with a beard. The man with a beard. അതാണ് phrase level. Next is close level. All students whose cars are illegally parked will be ticketed. All students whose cars are illegally parked will be ticketed. Which students? ഏത് സ്റ്റുഡൻസ് ആണ്? whose cars are illegally parked. ആരുടെ കാറുകളാണ് illegally parked ആയിരിക്കുന്നത് will be ticketed. Whose cars are illegally parked is a clause and this is the clause level. Okay. Sometimes articles are a special type of adjectives. ചില സമയങ്ങളിൽ ആർട്ടിക്കിൾസും അഡ്ജക്റ്റീവ്സ് ആയി പ്രവർത്തിക്കാറുണ്ട്. എങ്ങനെ? ആർട്ടിക്കിൾസ് ഏതെന്ന് അറിയാലോ? എ, ആൻ, ആൻഡ് ദ. എ ഫ്ലവർ, ആൻ ആപ്പിൾ, ദ പിക്ചർ എന്ന് പറയുമ്പോൾ ആ ആർട്ടിക്കിൾസും ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? ഇവയെ മോഡിഫൈ ചെയ്യാറുണ്ട് ഓർ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈസ് വേർബ്സ്. വേർബ്സ്, യു നോ ദാറ്റ് വേർബ്സ് ആർ ആക്ഷൻ. ഇൻ എ സെൻറ്റൻസ് വേർബ് ഈസ് ദ ആക്ഷൻ. നമുക്ക് ആക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. verbs are physically or mental action, physical or mental action of the subject. സബ്ജക്റ്റിൻ്റെ ഫിസിക്കലി ഓർ മെൻ്റലി ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേർബ്സ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കാറ്റഗറി കുറേ വെർബിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഇൻ എ സെൻറ്റൻസ് വി നോ ദാറ്റ് ദർ ആർ 2 പാർട്സ്. 2 പാർട്ടുകളുണ്ട് ഒരു സെൻറ്റൻസിൽ. ഏതൊക്കെയാണത്? സബ്ജക്റ്റ് ആൻഡ് predicate. What is subject and what is predicate? എന്താണ് സബ്ജക്റ്റ്, എന്താണ് predicate? എങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്യാം എന്ന് നോക്കാം. ഒരു സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ, ടോം വിൽ ഗോ വിത്ത് യു. ടോം വിൽ ഗോ വിത്ത് യു. You know that Tom is the subject, will go is the verb, with you is the object. Okay. Will go എന്ന് പറയുന്നതിൽ there are 2 verbs.
You know that sometimes auxiliaries are the verbs in a sentence. Auxiliaries വെർബുകളായി പ്രവർത്തിക്കാറുണ്ട്. ഓക്കെ, വിൽ ആൻഡ് ഗോ രണ്ട് വെർബുകളാണ്. ഇതിൽ ഫസ്റ്റ് വെർബ് ഈസ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ടോം. ആ ഫസ്റ്റ് വെർബ് തുടങ്ങുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്തു. അതിനുശേഷം വരുന്നതെല്ലാം, അതായത് ആ വിൽ എന്നതോട് കൂടി വരുന്നതെല്ലാം പ്രെഡിക്കേറ്റും അതിന് തൊട്ട് മുൻപുള്ളത് സബ്ജക്റ്റുമാണ്. മനസ്സിലായോ? ടോം ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് ആഫ്റ്റർ ഓൾ ഈസ് പ്രെഡിക്കേറ്റ്. അതിനുശേഷം വരുന്ന എല്ലാം പ്രെഡിക്കേറ്റിൽ പെടുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ ബേബി ഹാസ് ബീൻ ക്രൈയിങ് ഫോർ 2 hours. The baby has been crying for 2 hours. Which is the subject and which is the predicate? You know that. In this sentence, the verb is has been crying. Has been crying. Has been crying. The first verb is has. Before it, the baby. The baby is the subject. After all, predicate. അപ്പോൾ ദ ബേബി എന്നുള്ളത് നമ്മൾ അതിനുശേഷം ഹാസ് എന്നുള്ള വെർബ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ആ സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് സബ്ജക്റ്റ് ആൻഡ് ബാക്കിയെല്ലാം പ്രെഡിക്കേറ്റ്. ഓക്കെ.